ഫ്രണ്ട്സ്, ലിഥാസ് ഫുഡ് വേൾഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കപ്പ ബിരിയാണിയാണ്. അതിനാവശ്യമായിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.25 കിലോ എല്ലാണ്, 2 കിലോ കപ്പ ഇതുപോലെ ചെറുതായി കൊത്തി നുറുക്കി കഴുകി വാരി വെച്ചിരിക്കുന്നു, 3 മീഡിയം സൈസ് സവോള കനം കുറച്ച് നീളത്തിലരിഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു കുടം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 7 പച്ചമുളക് നെടുകെ കീറിയത്, ആവശ്യത്തിന് കറിവേപ്പില. ഇനി പൊടി ഐറ്റംസ്: 1 ടീസ്പൂൺ ഗരം മസാല, 1.5 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും മിക്സ് ചെയ്തത്, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം ആവശ്യത്തിന്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എല്ല് വേവിച്ചെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു അലുമിനിയത്തിൻ്റെ പാത്രം അടുപ്പത്ത് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓയിൽ വേണ്ടിയവർക്ക് അതും ഉപയോഗിക്കാം. പിന്നെ എരിവും മസാലകളൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ആകാം, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടാകട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പിലയും കൂടി ഇടാം. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് ഇളക്കാം. അതിൽ കുരുമുളക് പൊടി മാത്രം നമ്മളിപ്പോൾ ചേർക്കുന്നില്ല, ബാക്കി എല്ലാ പൊടികളും ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാൻ. ഇനി നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നന്നായി ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സവോളയിലേക്ക് ചേർത്ത പൊടികളുടെ എല്ലാം പച്ചമണം മാറി നന്നായി മൂത്ത സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന എല്ല് ചേർത്ത് കൊടുക്കാം. നന്നായി എല്ലിലേക്ക് മസാലയെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം എല്ലിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കൂടി കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ചൂടുവെള്ളം, വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇത് നന്നായി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിവിടെ ഇരുന്ന് വേവട്ടെ, നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം. ഈ സമയത്തിന് നമുക്ക് നുറുക്കി വെച്ചിരിക്കുന്ന കപ്പയും ഉപ്പ് ചേർത്ത് വേവിച്ച് ഊറ്റാം. ഇടയ്ക്ക് നമ്മുടെ എല്ലാം എന്തായെന്ന് ഒന്ന് തുറന്ന് നോക്കി വെള്ളമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കണം. ആവശ്യത്തിന് വെള്ളമില്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ വേകുന്നോടം വരെ നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞ് അടിയിൽ പിടിക്കും. നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പം നമ്മുടെ എല്ലാം എന്തായെന്ന് നമുക്ക് നോക്കാം. ഗ്രേവിയൊക്കെ നന്നായി കുറുകി നന്നായി വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേവിച്ചതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി വെച്ചിട്ടുണ്ട്.
ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ഇതിന് മുകളിൽ ഒന്ന് വിതറി കൊടുക്കാം. അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇവിടെ ഇരുന്ന് ആവി കയറട്ടെ. അതിനുശേഷം നമുക്ക് നോക്കാം. നന്നായി ഒന്ന് ആവി കയറട്ടെ. അപ്പോൾ നമ്മുടെ കപ്പയിലേക്കൊക്കെ ആവി നന്നായി വന്നു എന്ന് നമുക്കൊന്ന് അടപ്പ് തുറന്ന് നോക്കാം. കപ്പയിലേക്കൊക്കെ നന്നായി ആവി വന്നിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇനി കടുക് വറുത്ത് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ഇളക്കിയതിന് ശേഷം കടുക് താളിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നല്ല സ്വാദായിരിക്കും അപ്പോൾ. ഇനി നമുക്ക് കപ്പയും എള്ളും നന്നായി ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ഇത് കപ്പയിട്ട് ഇളക്കുമ്പോൾ ഡ്രൈ ആയി പോവുകയാണെങ്കിൽ നല്ലതായിട്ട് ചൂടുള്ള വെള്ളം അല്പം ഒഴിച്ചു കൊടുത്ത് ലൂസാക്കാം. ഇത് പക്ഷേ കറക്റ്റ് വെള്ളമായിരുന്നു. അപ്പം നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ കപ്പ ബിരിയാണിയാണിത്. നമുക്ക് ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ നല്ല കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും ഇത്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.